മലയാള സിനിമയിൽ പുരുഷ മേധാവിത്വമാണെന്ന് നടി പത്മപ്രിയ. സിനിമയിൽ പുരുഷ കേന്ദ്രീകൃതമായ കഥകൾക്ക് മാത്രമാണ് പ്രാധാന്യമെന്നും പത്മപ്രിയ പറഞ്ഞു. ഒരു സീൻ എടുക്കുമ്പോൾ പോലും നടിമാരുടെ അനുവാദം ചോദിക്കാറില്ലെന്നും പത്മപ്രിയ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് മടപ്പള്ളി കോളേജിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കവെയാണ് തനിക്കുണ്ടായ ദുരനുഭവം പത്മപ്രിയ തുറന്നു പറഞ്ഞത്. ഒരു തമിഴ് സിനിമയുടെ ചിത്രീകരണത്തിനിടെ സംവിധായകൻ തന്നെ പരസ്യമായി തൻ്റെ പുറകുവശത്ത് സ്പർശിച്ചുവെന്നും പത്മപ്രിയ പറഞ്ഞു. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകൾ ഇല്ല. ടെക്നിക്കൽ വിഭാഗത്തിലും സ്ത്രീ പ്രാതിനിധ്യം കുറവാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നും പത്മപ്രിയ പറയുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൃത്യമായി ഭക്ഷണം പോലും ലഭിക്കുന്നില്ലെന്നും കൂടെ കിടക്കാൻ ആവശ്യപ്പെടുന്നുമുണ്ടെന്നും പത്മപ്രിയ തുറന്നടിച്ചു. നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ശക്തമായ പ്രതികരണവുമായി പത്മപ്രിയ രംഗത്തെത്തിയിരുന്നു. സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ WCCയുടെ തുടക്കം മുതലുള്ള പ്രവർത്തകയാണ് പത്മപ്രിയ. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പുണ്ടെന്നും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പ്രതികരണങ്ങൾ നിരാശപ്പെടുത്തുന്നുണ്ടെന്നും അന്ന് പത്മപ്രിയ പറഞ്ഞത്. കൂട്ടരാജി ഉത്തരവാദിത്തമില്ലായ്മയാണ്. ഇപ്പോൾ അമ്മ എന്ന സംഘടനയും തലയും നട്ടലുമില്ലാത്ത സംഘടനയാണെന്നും പത്മപ്രിയ പറഞ്ഞിരുന്നു. അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരോടും കാണിച്ച അനീതിയാണ് രാജിയെന്നും താരം പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പോഴും സംഘടനയിലെ അംഗമാണ്. മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി അംഗങ്ങൾ ഇപ്പോഴുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതിനുള്ള അന്തരീക്ഷം ഒരുക്കണമെന്നും വെറും വാക്കുകൾ പറഞ്ഞോ രാജിവെച്ചോ പരിഹാരം കണ്ടെത്താനാകില്ലെന്നും പത്മപ്രിയ പറഞ്ഞിരുന്നു. ധാർമ്മികത, ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാണ് അവർ രാജിവെച്ചത്. പക്ഷേ എന്ത് ധാർമ്മികത, ഉത്തരവാദിത്തമാണ് അവർ കാണിച്ചതെന്ന് അറിയില്ലായിരുന്നുവെന്നും രാജിയെക്കുറിച്ച് പത്മപ്രിയ പറഞ്ഞത്. സ്ത്രീകൾ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാവുകയും തങ്ങളുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞ ശേഷവുമാണ് രാജിവെച്ചിരുന്നുവെങ്കിൽ അവരുടെ ധാർമ്മികത അംഗീകരിക്കപ്പെട്ടേനെയെന്നും താരം അന്നേ തന്നെ തുറന്നടിച്ചിരുന്നു. തനിക്ക് മലയാള സിനിമയിൽ നിന്നുണ്ടായ ഒരു അനുഭവം പത്മപ്രിയ അന്ന് പങ്കുവച്ചു. എനിക്ക് 25-26 വയസ്സുള്ളപ്പോൾ ഇപ്പോഴത്തെ ഒരു ലീഡിംഗ് പ്രൊഡക്ഷൻ മാനേജർ എന്നോട് ചോദിച്ചു, ഇത്രയും വയസ്സായില്ലേ, പ്രായമായില്ലേ, ഇനി നിർത്തിക്കൂടെ എന്ന്. ഇതാണ് കാഴ്ചപ്പാട് എന്നായിരുന്നു പത്മപ്രിയ പറഞ്ഞത്. കാഴ്ച എന്ന ചിത്രത്തിലൂടെയാണ് പത്മപ്രിയ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് അമൃതം, രാജമാണിക്യം, വടക്കുന്നാഥൻ, യെസ് യുവർ ഓണർ, ടൈം, കാണാ കൺമണി, പഴശ്ശിരാജ, സീനിയേഴ്സ്, നായിക, സ്നേഹവീട്, ഇയോബിൻ്റെ പുസ്തകം, ടിയാൻ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു. 2022 പുറത്തിറങ്ങിയ വണ്ടർ വിമനാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും പത്മപ്രിയ അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക്, ഡെയിലി ലൈഫ് മലയാളം.